Dear children, last class we have seen different types of magnets, what are magnets, how they are discovered. Now what we have to see is, there are two poles, രണ്ട് പോൾസ് ഉണ്ട്, നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ NS എന്നൊക്കെ കാന്തത്തിൽ എഴുതി വെച്ചത് നിങ്ങൾക്ക് അറിയാം. എങ്ങനെയാണ് നമ്മൾ നോർത്തും സൗത്തും പോളുകൾ അല്ലെങ്കിൽ പോളുകൾ എന്താണ്, വി വിൽ സീ അബൌട്ട് ദാറ്റ്. ഫോർ ദാറ്റ് വി ഹാവ് ടു ടേക്ക് സം അയൺ ഫൈലിങ്സ്, ഇരുമ്പിൻ്റെ പൊടി നമ്മൾ എടുക്കുന്നു. അതിനുശേഷം എന്തായിരുന്നു, നമ്മളൊരു ടേബിളിൻ്റെ മണ്ടയിൽ അതിങ്ങനെ സ്കാറ്റർ ചെയ്യുന്നു, വിതറുന്നു. അതിനുശേഷം വി ഹാവ് ടേക്കിംഗ് എ ബാർ മാഗ്നറ്റ്. അതിനുശേഷം വി ആർ കീപ്പിംഗ് ഓൺ ദിസ് അയൺ ഫൈലിങ്സ്, ആ ഇരുമ്പ് തരികളിൽ വയ്ക്കുന്നു. ആഫ്റ്റർ സം ടൈം നോക്കിക്കൂ, വാട്ട് വി ക്യാൻ സീ ആ ഇരുമ്പിൻ്റെ തരികൾ, പൊടികൾ എന്ത് ചെയ്യുന്നു, ആ ബാർ മാഗ്നറ്റിൻ്റെ രണ്ട് അറ്റങ്ങളിൽ മാത്രം അധികം വന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്നു. മധ്യഭാഗത്ത്, ആ ബാർ മാഗ്നറ്റിൻ്റെ മധ്യഭാഗത്ത് കൂടുതലൊന്നും കാണത്തില്ല. എന്നാൽ രണ്ട് അറ്റങ്ങളിലായി അവ വന്ന് പറ്റിപ്പിടിച്ചിരിക്കുകയും ചെയ്യുന്നു. അതെന്താ ആ രണ്ട് അറ്റങ്ങളുടെ പ്രത്യേകത? ആ രണ്ട് അറ്റങ്ങളിൽ ബാക്കി അതിൻ്റെ ബാർ മാഗ്നറ്റിൻ്റെ നടുക്കുള്ള ഭാഗത്തേക്കാൾ ദർ ഈസ് സം സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കണം അവിടെ മാത്രം വന്ന് അത് പറ്റിപ്പിടിച്ചിരിക്കുന്നത്. വി ക്യാൻ കോൾ ഇറ്റ് ആസ് പോൾസ്. ആ രണ്ട് ഭാഗങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? പോളുകൾ എന്ന് വിളിക്കാം. ടു എൻഡ്സ് ഓഫ് ദ മാഗ്നറ്റ്സ് ആർ നോൺ ആസ് പോൾസ്, അല്ലേ? അപ്പോൾ ഈ രണ്ട് അറ്റങ്ങളെ, ബാർ മാഗ്നറ്റിൻ്റെ രണ്ട് അറ്റങ്ങളെ നമ്മൾ പോൾസ് എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദീസ് പോൾസ്? ആ പോൾസിൻ്റെ പ്രത്യേകത എന്താണ്? മാക്സിമം അട്രാക്റ്റീവ് പവർ ഉള്ളത് എവിടെയാണ്? ഈ രണ്ട് പോൾസിലാണുള്ളത്, അല്ലേ? രണ്ട് പോളുകളിലാണ് മാക്സിമം നമ്മൾ ആ അയൺ ഫൈലിങ്സിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പ് പൊടിയൊക്കെ നമ്മൾ ആഗീകരണം ചെയ്യപ്പെടുത്ത ആ രണ്ട് അറ്റങ്ങളെ പോളെന്ന് വിളിക്കുന്നു. ദിസ് ഈസ് വെരി മച്ച് അട്രാക്റ്റീവ് ഫോർ ദിസ് അയൺ ഫൈലിങ്സ്. അതിനെ മൊത്തത്തിലായിട്ട് അത് ആഗീകരണം ചെയ്ത് പിടിച്ച് അട്രാക്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഭാഗം. നെക്സ്റ്റ് വി വിൽ സീ ഹൗ വി വിൽ ഡിറ്റർമൈൻ ദ പോൾസ്. ടു പോൾസ് ഉണ്ടാകുന്ന ആ രണ്ട് പോൾസിന് പേരുമുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ അതേ പോൾസിൻ്റെ പേര് നിർണ്ണയിക്കുന്നത്, അത് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി വി ഹാവ് ടു ടേക്ക് എ ബാർ മാഗ്നറ്റ് ഓഫ് 25 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു ബാർ മാഗ്നറ്റ് എടുക്കണം. അതിനുശേഷം വി ഹാവ് ടു ടേക്ക് എ ടോയിൻ, ഒരു നൂലെടുത്ത് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് എന്താണ് ഇതിൻ്റെ കാന്തത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് നമ്മൾ കെട്ടി ഒരു സ്റ്റാൻഡിൽ കെട്ടി തൂക്കിയിടുക. ഓക്കെ. അതിനുശേഷം ഇതിനെ ഈ മാഗ്നറ്റിനെ കെട്ടിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, അവയൊന്ന് അനക്കി കൊടുക്കുകയാണെങ്കിൽ ദീസ് മാഗ്നറ്റ്സ് മൂവ് ടുവേഴ്സ്, ഇങ്ങനെ നോർത്ത് ഭാഗം മുകളിലോട്ടും സൗത്ത് ഭാഗം താഴോട്ടും ഇങ്ങനെ വരുന്നു. കാരണം ഭൂമിയുടെ നോർത്ത് ഭാഗത്തേക്കും സൗത്ത് ഭാഗത്തേക്കും പോകുന്നു. വീണ്ടും കുറച്ച് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ വീണ്ടും ഒന്ന് അനക്കി കൊടുക്കണം. ഈ ബാർ മാഗ്നറ്റ് വീണ്ടും അനങ്ങും. എഗെയിൻ വാട്ട് വിൽ ഹാപ്പൻ? എഗെയിൻ ദിസ് മാഗ്നറ്റ് വിൽ ഗോ ഇൻ ദ സെയിം ഡയറക്ഷൻ, നേരത്തെ വന്ന അതേ ഡയറക്ഷനിലേക്ക് പോകുന്നു. സോ ദ പാർട്ട് ഓഫ് ദ മാഗ്നറ്റ് വിച്ച് പോയിന്റ്സ് ടുവേഴ്സ് ദ നോർത്ത് സൈഡ് ഓഫ് ദ എർത്ത് ഈസ് നോൺ ആസ് നോർത്ത് പോൾ. ഭൂമിയുടെ വടക്ക് വശത്തോട്ട് എപ്പോഴും പോകുന്ന ആ ഭാഗത്തെ നോർത്ത് പോൾ എന്നും, അതേസമയം ദ പാർട്ട് ഓഫ് ദ മാഗ്നറ്റ് വിച്ച് ഗോസ് ടുവേഴ്സ് ദ സൗത്ത് പാർട്ട് ഓഫ് ദ എർത്ത് ഈസ് നോൺ ആസ് സൗത്ത് പോൾ, അല്ലേ? ഈ സൗത്ത് ഭാഗത്തേക്ക്, തെക്ക് ഭാഗത്തേക്ക് പോകുന്ന ബാർ മാഗ്നറ്റിൻ്റെ ഭാഗത്തെ എന്ത് വിളിക്കുന്നു? സൗത്ത് പോൾ എന്ന് വിളിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വി ഹാവ് ഡിറ്റർമൈൻഡ് ദ സൗത്ത് ആൻഡ് നോർത്ത് പോൾസ് ഓഫ് എ bar magnet. Is it clear? The two poles are there, north and south. Okay. To show that a freely suspended magnet always points towards the north-south direction. Things required: a wooden block, a bar magnet, a plastic tub half filled with water. Procedure: take a bar magnet and suspend it freely as shown in the animation. Move the magnet a little from its position. After some time, the magnet comes to the rest. You will observe that the magnet stops pointing towards the north-south direction. Now, tie the bar magnet on a wooden block. Take a plastic tub half filled with water. Float the magnet with wooden block on the water in the tub. Disturb the wooden block a little and wait for some time until the wooden block with magnet comes to the rest. You will notice that the magnet with wooden block
stops pointing towards the north-south direction. This activity proves that a freely suspended or a static magnet in water always points towards the north-south direction. Repulsion. You know that magnets attract magnetic substances. But how does a magnet behave with another magnet? Interesting things happen when you bring two magnets together. Next we will see attraction and repulsion. അതെന്താണെന്ന് നോക്കാം. ഒരു മാഗ്നറ്റ് ഇരിക്കുകയാണ്. വെൻ അതേ രണ്ട് സൈഡുണ്ട്, രണ്ട് പോളുണ്ട്, സൗത്തും നോർത്തും പോൾസ് ഉണ്ടാകുന്ന നിങ്ങൾക്കറിയാം. വെൻ നോർത്ത് ആൻഡ് സൗത്ത് പോൾ കം ക്ലോസ് ദേ അട്രാക്ട്. നോർത്തും സൗത്തും വന്നാൽ ഒരേ ഓപ്പോസിറ്റ് പോൾസ് എന്ത് ചെയ്യുന്നു? അട്രാക്റ്റ് ചെയ്യുന്നു. ഇനി നോക്കാം, രണ്ട് സൗത്ത് പോൾ അടുത്തടുത്ത് വരികയാണെന്ന് വെച്ചോ, ദെൻ ഇറ്റ് റിപ്പൽസ്, അത് വികർഷിക്കുന്നു. അപ്പോൾ എന്താണ്? സെയിം പോൾസ് റിപ്പൽസ് ചെയ്യുന്നു. ഒരേ തരത്തിലുള്ള പോളുകൾ റിപ്പൽ ചെയ്യുന്നു, ഓപ്പോസിറ്റ് അട്രാക്ട് ചെയ്യുന്നു. Magnets can pull towards each other. Magnets can also push away from each other. So we see that magnets sometimes pull towards each other or attract. So we see that magnets sometimes push each other away or repel. Why do magnets behave like that? What is the reason? You know that a magnet has two poles, a north pole and a south pole. You can feel two magnets attract if different poles come together. You can feel two magnets repel if the same poles come together. So, there are rules as to how magnets behave when they come together. When the same kind of poles come together, they repel. When opposite poles come together, they attract. Opposites attract, like repel. Now that you know the rules of how magnets behave, can you predict what will happen when magnets are like this? Will they attract or repel? Opposite poles attract, like poles repel. So, these two magnets will attract. Opposite poles attract, like poles repel. So these two magnets will repel. Opposite poles attract, like poles repel. So these two magnets will attract. So these two magnets will repel.